ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മോഡലായ ഡെവിൾ സച്ചു എന്ന സൗമ്യയാണ് ചോദ്യം ചെയ്യുന്നത്. ഇവർ ലഹരി വിൽപ്പനയിലെ മുഖ്യ ഇടനിലക്കാരിയെന്ന് ബോധ്യമായി. 6 നടന്മാർക്ക് ലഹരി നൽകിയിരുന്നതായും സൗമ്യ മൊഴി നൽകി. സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷമാണ് ഷൈൻ ടോമിനെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യുക. ഒരു 5 പേർക്കെതിരെയാണ് മൊഴി തന്നിട്ടുണ്ടായിരുന്നത്. അതെ അതെ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, പിന്നെ ഒരു മോഡൽ. ആദ്യഘട്ടത്തിൽ 3 പേരെ മൊഴിയാണ് തന്നിട്ടുള്ളത്. അതെ, ഇന്ന് 3 പേരെ ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ AC ഉണ്ട്, അത് ചോദിച്ചറിയാം. അറിയാം, കൊച്ചിയിൽ വന്നിട്ട് അറിയാം. കേസിലെ മുഖ്യപ്രതി തസ്ലീമയുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ ഷൈൻ ടോം ചാക്കോ തയ്യാറായില്ല. ബംഗളൂരുവിൽ നിന്നാണ് ഷൈൻ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെത്തിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കട്ടെ എന്നായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ പ്രതികരണം. ഇതെന്താ നിങ്ങളൊക്കെ പ്ലീസ് പ്ലീസ് മാറ്. വാട്ട് ഇസ് മാറ് 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 മാറ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ സൗമ്യ മോഡൽ സൗമ്യ പോലീസിന് എക്സൈസിന് മൊഴി നൽകിയത് പ്രകാരം 6 നടന്മാർക്ക് ലഹരി നൽകിയിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി ഇവരെ കൂടാതെ കൂടുതൽ താരങ്ങളും എക്സൈസിന്റെ നിരീക്ഷണത്തിലുണ്ടോ? ആർക്കൊക്കെയാണ് ലഹരി നൽകിയതെന്ന് സൗമ്യ വ്യക്തമാക്കുന്നുണ്ടോ? ഇപ്പോൾ സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ എക്സൈസ് ഓഫീസിൽ ചില നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതായത് എക്സൈസിന്റെ 2ാം നിലയിലാണ് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും അടക്കമുള്ള നടന്മാരെ ചോദ്യം ചെയ്യുന്നതിനായി ഇരുത്തിയിട്ടുള്ളത്. അവിടെ വെച്ച് ഷൈൻ ടോം ചാക്കോ അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. തുടർന്ന് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് താഴത്തെ നിലയിലേക്ക് ഇറങ്ങി വന്നു. അഭിഭാഷകനെ കാണണമെന്നും പിതാവിനെ കാണണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് ഫോണിൽ അവിടെ എക്സൈസിലെ സംഘം തന്നെ ഫോണിൽ വിളിച്ച് പിതാവുമായി സംസാരിക്കാൻ അവസരം കൊടുക്കുകയായിരുന്നു. തുടർന്ന് ശ്രീനാഥ് ഭാസിയുടെ ഉൾപ്പെടെയുള്ള പിതാവ് ശ്രീനാഥ് ഭാസിയുടെ അച്ഛൻ ഒപ്പമുണ്ട്. തന്നോടൊപ്പം ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞാണ് ബഹളം വെച്ചത്. മറ്റ് വിഡ്രോവൽ പ്രശ്നങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. തുടർന്ന് സൗമ്യയെ ചോദ്യം ചെയ്യുന്നത് നിർത്തിവെച്ചുകൊണ്ട് ഷൈനെ ചോദ്യം ചെയ്യാനായി തീരുമാനിക്കുകയായിരുന്നു. മുകളിലത്തെ നിലയിൽ നിന്ന് ഇറങ്ങി താഴത്തേക്ക് വന്ന ഷൈൻ മാധ്യമപ്രവർത്തകരെ കണ്ടതോടുകൂടി തിരികെ ഓടി മുകളിലേക്ക് കയറുകയായിരുന്നു. അത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങളാണ് ഇപ്പോൾ എക്സൈസ് ഓഫീസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് അല്പസമയം മുമ്പ് ഷൈന്റെ സഹോദരൻ ഇവർ വിളിച്ചതനുസരിച്ച് വന്നിട്ടുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഷൈന്റെ സഹോദരൻ ഇപ്പോൾ മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ സിനിമാ ബന്ധങ്ങളാണ് ഇപ്പോൾ എക്സൈസ് സംഘത്തിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡെവിൾ സച്ചു എന്നറിയപ്പെടുന്ന സൗമ്യയാണ് ആദ്യം ചോദ്യം ചെയ്തത്. ഇന്ന് 3 പേരാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് വേണ്ടി എത്താനായി നിർദ്ദേശം നൽകിയിരുന്നത്. അതിൽ ഈ ഡെവിൾ സച്ചു എന്ന് ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ അറിയപ്പെടുന്ന ഈ സൗമ്യ, പാലക്കാട് സ്വദേശിയായ സൗമ്യ, ഒപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി ഇവരാണ് എത്തിയിട്ടുള്ളത്. രാവിലെ 7:40 അതായത് 10 മണിക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിരുന്നുവെങ്കിലും
7:40 ഷൈൻ ടോം ചാക്കോ ഇവിടെ എത്തിയിരുന്നു. അകത്തേക്ക് എത്തി, അതായത് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഷൈൻ ആ സമയത്ത് എത്തുമെന്നുള്ള ഒരു ധാരണ ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് ഷൈൻ ഈ ഓഫീസിലെ വിവിധ മുറികളിലായി കയറിയിറങ്ങി മുകളിലേക്ക് ചെന്ന് പിന്നീട് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഷൈനോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ആ ഒരു ബഹളം കേട്ടാണ് എക്സൈസിലെ ഉദ്യോഗസ്ഥർ മുകളിൽ നിന്ന് ഇറങ്ങി വരികയും ഷൈനെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഇത്രയും നേരമായും ഷൈൻ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു, അതായത് ചോദ്യം ചെയ്യലിന് കാത്തു നിൽക്കുകയായിരുന്നു. തുടർന്നാണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ്. അസ്വസ്ഥത പ്രകടിപ്പിച്ച് മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. തുടർന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട ഉടൻ ഓടി മുകളിലേക്ക് കയറുകയായിരുന്നു. അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഷൈന്റെ സഹോദരൻ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസിൽ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എക്സൈസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പെൺകുട്ടി ഈ മോഡലിനെ ചോദ്യം ചെയ്തതിൽ നിന്നും തസ്ലീമയുമായി അടുത്ത ബന്ധമുണ്ടെന്നും തസ്ലീമയുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരിയായി ഇവർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യവും എക്സൈസിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 മാസത്തെ ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ നിരത്തിയായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്തത്. അതിൽ തന്നെ 120 പേജോളം വരുന്ന ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പല ട്രാൻസാക്ഷൻസും, അതായത് 2000-ഉം 3000 രൂപ വെച്ചുള്ള ട്രാൻസാക്ഷൻസ് ഒരുപാടുണ്ട്. അത്തരം ട്രാൻസാക്ഷൻസ് നടന്നിട്ടുള്ളത് തനിക്ക് കമ്മീഷൻ ഇനത്തിൽ, അതായത് വിൽപ്പന നടത്തിയതിന്റെ കമ്മീഷൻ ഇനത്തിൽ ലഭ്യമായിട്ടുള്ള തുകയാണ് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല 6 നടന്മാരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ അവർ നൽകിയിട്ടുണ്ട്. അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന പേരുകൾക്കപ്പുറത്തേക്കുള്ള പല പേരുകളും ഈ സൗമ്യ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ വേഗം പൂർത്തിയാകുമെന്ന് കരുതിയെങ്കിൽ പോലും 5 മണിക്കൂറോളം സൗമ്യയുടെ ചോദ്യം ചെയ്യൽ കടന്നുപോയിരുന്നു. പിന്നീട് ഒരു ഇടവേള നൽകി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പിന്നീട് ഒരു ഇടവേള നൽകി വീണ്ടും സൗമ്യയിലേക്ക് തന്നെ ചോദ്യം ചെയ്യലിലേക്ക് പോയ ഘട്ടത്തിലായിരുന്നു ഷൈൻ ഇത്തരത്തിൽ മുകളിൽ നിന്ന് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അവിടെ ബഹളമുണ്ടാക്കുകയും ചെയ്തത്. ശരണ്യ, ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അന്ന് രാത്രി ഒരു 10 മണിക്ക് ശേഷമാണ് ശരണ്യയ്ക്ക് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. എക്സൈസ് കോടികളുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരു യുവതിയെ പിടികൂടുമെന്ന്. അങ്ങനെ ശരണ്യ എക്സൈസ് ഈ തസ്ലീമ സുൽത്താനെ പിടികൂടുമ്പോൾ ശരണ്യ മാത്രമായിരുന്നു, അതായത് മാധ്യമപ്രവർത്തകർ ശരണ്യ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ന്യൂസ് 18 ശരണ്യാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ആ ഘട്ടത്തിൽ എക്സൈസോ അതല്ലെങ്കിൽ ശരണ്യോ ഇത് ഇത്രയും വലിയൊരു റാക്കറ്റാണ്, സിനിമാ മേഖലയും മോഡലിംഗ് രംഗത്തേക്ക് പിടിമുറുക്കുന്ന ഒരു വലിയ ലഹരി സംഘത്തിലെ പ്രധാനിയാണ് ഈ തസ്ലീമ എന്ന് അന്ന് എക്സൈസിന് ഏതെങ്കിലും രീതിയിലുള്ള സൂചന ലഭിച്ചിരുന്നോ? മാത്രമല്ല, ഇതിപ്പോൾ സിനിമ മാത്രമല്ലല്ലോ, മോഡലിംഗ് രംഗത്തിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതല്ലേ? ടോം, ഈ കേസ് ഏപ്രിൽ 1 രാത്രിയാണ് ഇവർ ഓമനപ്പുഴയിലെ, ആലപ്പുഴയിലെ തീരദേശമായ ഓമനപ്പുഴയിലെ ഒരു റിസോർട്ടിൽ വെച്ച്, മാരാരി ഗാർഡൻ വില്ല എന്ന റിസോർട്ടിൽ വെച്ച് എക്സൈസ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. അന്ന് തസ്ലീമയും ഒപ്പം തന്നെ ഈ ഫിറോസ് എന്ന അയാളുടെ മണ്ണഞ്ചേരി സ്വദേശിയായ സഹായിയും ഉൾപ്പെടെയാണ് ഇവർ എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് എത്തുന്ന വഴിയിൽ പിടിയിലാവുകയും ചെയ്തത്. ഈ സംഭവത്തിൽ അന്ന് തന്നെ ഇത്തരത്തിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവിടെ ആലപ്പുഴയിലേക്ക് എത്തുന്നെന്നുള്ള വിവരം നമുക്കും ലഭ്യമായിരുന്നു. തുടർന്ന് ആ രാത്രി ഈ എക്സൈസിന്റെ നടപടിക്രമങ്ങളിൽ നമുക്കും പങ്കാളികളാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഘട്ടം മുതൽ തന്നെ തസ്ലീമ തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഇവരുടെ കാർ പരിശോധിക്കുന്ന ഘട്ടത്തിൽ, ഇവരുടെ ബാഗ് പരിശോധിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും ഇവര് അവിടെ നിന്ന് എക്സൈസ് ഉദ്യോഗസ്ഥനായ, അന്ന് എക്സൈസിന്റെ ആലപ്പുഴയിലെ സ്ക്വാഡ് CI മഹേഷ് നേതൃത്വത്തിലുള്ള സംഘമാണ് പിടിച്ചത്. പിന്നീട് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ സ്ഥലത്തെത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ വെരിഫിക്കേഷൻ നടന്നു. അങ്ങനെ ഈ ദേഹപരിശോധന ഉൾപ്പെടെ നടത്തുമ്പോൾ നമ്മൾ ആ സാന്നിധ്യം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴും അവര് അവിടെ നിന്നുകൊണ്ട് പോലീസ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥരോടും മണഞ്ചേരി CIയുടെ ഉള്ള ഒക്കെ സാന്നിധ്യത്തിൽ തന്റെ സിനിമാ ബന്ധങ്ങൾ കൃത്യമായി തുറന്നു പറയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അന്ന് അവർ നമ്മളൊക്കെ ഉണ്ടായിരുന്ന സാന്നിധ്യത്തിൽ അവർ ആ സിനിമാ ബന്ധങ്ങൾ ഒരു ഭയവുമില്ലാതെ തുറന്നു പറയുകയും പിന്നീടും അവർ ആ മൊഴിയിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. എക്സൈസ് ടോം നേരത്തെ സ്ഥിരീകരിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ 2 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് വലിയൊരു
കഞ്ചാവ് ലഹരി വേട്ടയുടെ ദൃശ്യങ്ങളടക്കം നമുക്ക് പുറത്തുവിടാൻ കഴിഞ്ഞു. അന്ന് തന്നെ, അതായത് ആ രാത്രി തന്നെ തസ്ലീമയ്ക്ക് സിനിമാ ബന്ധങ്ങളുണ്ട്, സിനിമാ ഇടപാടുകളുണ്ട് എന്ന് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഒപ്പം തന്നെ അവര് ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ നാർക്കോട്ടിക് CI മഹേഷ് നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. അത്തരത്തിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട്. ഈ പേരുകളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇത് സിനിമാ മേഖലയുമായി ഇടകലർന്ന് കിടക്കുന്ന ഒരു കേസാണ് എന്നുള്ള സ്ഥിരീകരണം ന്യൂസ് 18 പുറത്തേക്ക് വിട്ടിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ഒരു 11 മണിയോടുകൂടി എക്സൈസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നു. 2 ചലച്ചിത്ര താരങ്ങൾക്ക് ഇവരുമായി ഇടപാടുകളുടെ ചാറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നു. സിനിമാ ബന്ധങ്ങളുണ്ട്, പെൺവാണിഭ ബന്ധങ്ങളുണ്ട്, ഇത്തരത്തിൽ സെക്സ് റാക്കറ്റും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കേസാണ് ഇത് എന്നുള്ളത് അവർ വിവരിക്കുകയും ചെയ്തു. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് പാസിക്കും നോട്ടീസ് നൽകുമെന്നുള്ളത് അനൌദ്യോഗികമായി എക്സൈസ് ഉദ്യോഗസ്ഥർ നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ പേരുകൾ പുറത്തേക്ക് മാധ്യമങ്ങളിലൂടെ വരികയും ചെയ്തത്. ഈ ഘട്ടത്തിൽ, അതായത് ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും എക്സൈസ് വളരെ സമയമെടുത്ത് തന്നെയാണ് ഓരോ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. അതായത് റിമാൻഡിലേക്ക് പോയ പ്രതികളെ പിന്നീട് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നതിന് തന്നെ 17ഓളം ദിവസമെടുത്തു. അതിനു മുൻപ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രേഖകളും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും അവർ നടത്തി. അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഈ മറൈൻ ഡ്രൈവിലെ ഈ ഫ്ളാറ്റിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. അതായത് മറൈൻ ഡ്രൈവിലെ ലക്ഷറി ഫ്ളാറ്റ്, ആ ലക്ഷറി ഫ്ളാറ്റിൽ 509 എന്ന റൂം നമ്പർ, ഫ്ളാറ്റ് നമ്പർ കോമൺ ആയി ഉപയോഗിക്കുന്ന, ലഹരി ഉപയോഗത്തിനായി സിനിമാ മേഖലയിലുള്ള പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഫ്ളാറ്റ് ആണ് എന്നുള്ള വിവരം എക്സൈസിന് ലഭിക്കുന്നത്. ആലപ്പുഴ എക്സൈസ് ആണ് ഈ വിവരം എറണാകുളത്തേക്ക് കൈമാറുകയും എറണാകുളത്തെ ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇത്രയും ദിവസം ആ ഫ്ളാറ്റുകൾ എന്നുള്ളതാണ്. തുടർന്നാണ് ഇപ്പോൾ സംവിധായകർ ഉൾപ്പെടെ പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ വളരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് മറ്റ് കേസുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായൊരു നിരീക്ഷണം, അന്വേഷണം ഇതിന്റെ പുറകെ നടക്കുന്നു. ഇപ്പോൾ ഈ സൗമ്യയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ അവരുടെ 120 പേജുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ കൃത്യമായി പരിശോധിച്ച് അതിനകത്ത് ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യൽ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നടന്മാർക്ക് നൽകിയിട്ടുണ്ടെന്നും അവര് പണം നൽകിയിട്ടുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഈ ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ സൗമ്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല. ഷൈൻ ഇത്തരത്തിൽ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ച ഘട്ടത്തിൽ ആണ് ഷൈനെ അകത്തേക്ക് വിളിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷൈന്റെ ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. ഷൈന്റെ സഹോദരൻ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ അവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഷൈന്റെ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സൗമ്യയുമായി ബന്ധപ്പെട്ട് ഇനിയും വിവരങ്ങൾ തേടാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഈ സൗമ്യയിൽ നിന്നും കൂടുതൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകും, അത് കളക്ട് ചെയ്യാനാകും എന്ന് തന്നെയുള്ള ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം നിൽക്കുന്നത്. ഇവർ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ ആലപ്പുഴയിലെ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഈ ചലച്ചിത്ര താരങ്ങളെ ചോദ്യം ചെയ്തതിനിടെയാണ് ചില നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. നടൻ ഷൈൻ ടോം ചാക്കോ ചില അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. അത് ഈ വിഡ്രോവൽ ബുദ്ധിമുട്ടുകളാണ് എന്ന് എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതിനിടെ ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും മോഡലിംഗ് രംഗത്തേക്കും അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഈ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർ മാത്രമല്ല, സിനിമാ മേഖലയിലുള്ള 6 നടന്മാർക്ക് ലഹരി നൽകിയിട്ടുണ്ട് എന്ന് മോഡലായ സൗമ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണ്? ആ പേരുകൾ പുറത്തു വരണം. മാത്രമല്ല ഈ സിനിമാ മേഖലയിലേക്ക് കൂടുതൽ അന്വേഷണം നീങ്ങേണ്ടതുണ്ട്.